സിന്ധു നദിയിലെ വെള്ളത്തെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം വളരെ കാലമായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തി കടന്നുള്ള ഭീകരത നിലനിൽക്കുന്നിടത്തോളം കാലം സിന്ധു ജല ഉടമ്പടി തുടരാനാവില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഈ തർക്കത്തിൽ ചൈനയുടെ പേരും ചേർത്തിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമല്ല ചൈനയും ഒരു പ്രധാന പങ്കാളിയാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയാണ്. അതിലൊരു ചോദ്യം, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ചൈനയെ ഈ തർക്കത്തിലേക്ക് വലിച്ചഴിച്ചത്? എന്താണ് പാകിസ്ഥാന്റെ പുതിയ തന്ത്രം? ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ പ്രകൃതിയുടെ വരദാനമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അബ്രാദി പ്രസ്താവിക്കുകയാണ്. സിന്ധു മുതൽ മെക്കോങ് വരെയുള്ള പല രാജ്യങ്ങൾക്കും ഈ നദികൾ ജലപ്രധാനം നൽകുന്നുണ്ട്. ചൈനയിൽ നിന്നാണ് പല പ്രധാന നദികളും ഉദ്ഭവിക്കുന്നത് എന്നതിനാൽ ജലപ്രശ്നം മുഴുവൻ മനുഷ്യരാശിയെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും അതിൽ ചൈനയുടെ പങ്ക് നിർണായകമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം മാത്രമല്ല, മറിച്ച് ഈ മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണെന്ന സന്ദേശമാണ് പാകിസ്ഥാൻ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അർബാദി പറഞ്ഞത് ചൈനയെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, ഹിമാലയൻ മേഖലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളിലെ വെള്ളം പ്രകൃതിയുടെ മഹത്തായ സമ്മാനമാണ്. ഹിമാലയൻ നദീജല സംവിധാനം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സിന്ധു മുതൽ മെക്കോങ് വരെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് വെള്ളം നൽകുന്നു. ചൈനയുടെ നദികളും അവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അതിനാൽ അതെല്ലാ മനുഷ്യരാശിക്കും ഉള്ളതാണ്. ദക്ഷിണേഷ്യയിൽ ഒഴുകുന്ന നദികളിൽ മാത്രമല്ല, ഹിമാലയത്തിൽ നിന്ന് ചൈനയിലേക്ക് ഫാർ ഈസ്റ്റിലേക്കും ഒഴുകുന്ന വിശാലമായ നദീജല സംവിധാനങ്ങളിലും ചൈന ഒരു പ്രധാന പങ്കാളിയായതിനാൽ പ്രധാന ജലപ്രശ്നങ്ങളോട് ചൈന എപ്പോഴും പോസിറ്റീവ് മനോഭാവം നിലനിർത്തും. സിന്ധു നദീജലത്തിനായി പാകിസ്ഥാൻ പോരാടുകയാണ്. ഇന്ത്യ വെള്ളം നിർത്തലാക്കിയത് മുതൽ അയൽക്കാരൻ പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. അവരെല്ലാം പരീക്ഷിച്ചു, ഇന്ത്യക്ക് നേരെ ഭീഷണിയൊക്കെ മുടക്കി. എന്നിട്ടും ഇന്ത്യ വെള്ളം തുറന്നുവിടാൻ തയ്യാറല്ല. തീവ്രവാദത്തെ നിർത്തിയിട്ട് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വെള്ളം തരാമെന്നാണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ ഒരു തുള്ളി സിന്ധു ജലം പോലും അവർക്ക് ലഭിക്കാത്ത സാഹചര്യമാണ്. ആർക്ക്? പാകിസ്ഥാന്. ആദ്യം തീവ്രവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളം ലഭിക്കൂ എന്ന് ഇന്ത്യ ശക്തമായി തന്നെ പറയുകയാണ്. അതിനാൽ പാകിസ്ഥാൻ നിലവിൽ നയതന്ത്ര സമ്മർദ്ദത്തിലാണ്. തീവ്രവാദ വിഷയത്തിൽ ഇന്ത്യ പല വേദികളിലും പാകിസ്ഥാനെ വളച്ചൊടിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ അനുകൂലമായി തുറന്ന് സംസാരിക്കാനും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൈന വളരെ കാലമായി പാകിസ്ഥാന്റെ എക്കാലത്തെയും സുഹൃത്താണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത തന്ത്രപരമായ പങ്കാളിയാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള പ്രധാന പദ്ധതികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുരോഗമിക്കുകയാണ്. അതിനാൽ ചൈന പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും സമീപകാലത്ത് ഇന്ത്യ ചൈന ബന്ധങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ താരിഫ് നയം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കാൻ ഒരു കാരണമായി. അത്തരമൊരു സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഇന്ത്യയെ എതിർക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ പാകിസ്ഥാന്റെ പദ്ധതികൾ ഇവിടെ ഫലപ്രദമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.